ഹായ്. എന്നോടൊരാളിങ്ങനെ ചോദിച്ചു, കമ്പാരിസനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോന്ന്. അപ്പോൾ എനിക്ക് തോന്നി, കമ്പാരിസനെ പറ്റി വീഡിയോ ചെയ്യുന്നത്, അതായത് താരതമ്യത്തെ പറ്റി വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം കംപ്ലൈനിങ്ങിനെ പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. കാരണം ഈ കംപ്ലൈനിങ്ങും കമ്പാരിസണും തമ്മിൽ ഭയങ്കരമായ ഒരു ബന്ധമുണ്ട്. എന്താണെന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. വെൽക്കം ടു ഇറ്റ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ താരതമ്യമാണ് പലപ്പോഴും ഈ കംപ്ലൈനിങ്ങിനൊരു കാരണമായിട്ട് മാറുന്നത്. അതായത് കുറ്റം പറയാനുള്ള കാരണമായിട്ട് മാറുന്നത്. ഞാൻ ഇങ്ങനെ ആയിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ആവാൻ പറ്റുന്നില്ല. എനിക്കത് നടക്കണമായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇത് നടന്നു, പക്ഷേ ഇതിങ്ങനെയല്ല നടക്കേണ്ടത്. ഇത് വേറൊരു രീതിയിലാണ് നടക്കേണ്ടിയിരുന്നത്. അതായത് നമ്മളെപ്പോഴും സംഭവിച്ച കാര്യങ്ങളെ മറ്റൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്, ഞാൻ വിചാരിച്ച പോലെ അല്ല നടന്നത് എന്നുള്ള ഇത്തരം കമ്പാരിസണിൽ നിന്നാണ് ഈ കംപ്ലൈനിങ് പൊതുവെ ഉണ്ടാകുന്നത്. ഈ കംപ്ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നതോറും നമ്മുടെ മെൻ്റൽ എനർജി ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഒബ്വിയസ്ലി മൈൻഡും ബോഡിയുമായി ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മെൻ്റലി ഡൗൺ ആകും തോറും ശരീരവും ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇതിന് പുറമെ ആദ്യം ഫിസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് സമയം ചിലവഴിക്കാൻ ആർക്കും താല്പര്യമില്ല. അവർ ഭയങ്കര അരോചകമായിട്ട് അവരൊരിക്കലും അടുപ്പിക്കാൻ കഴിയാത്ത ആൾക്കാരായിട്ടും ആളുകൾക്ക് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കുറ്റങ്ങൾക്ക് വാലിഡിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല പലപ്പോഴും. ഈ ഒരു കുറ്റം പറച്ചിൽ, അതായത് ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഫിസിക്കൽ വേൾഡിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അയാൾ എപ്പോഴും അതിൽ നിന്ന് വേറൊരു തരത്തിലോട്ട് ഒളിച്ചോടാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭയങ്കര നെഗറ്റീവ് ഫീൽഡ് ഉണ്ടാക്കും അവരുടെ ചുറ്റാകെ. അതുണ്ടാക്കുമ്പോൾ തന്നെ അവരുമായിട്ട് നിൽക്കുന്ന പ്രോക്സിമിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് ഭയങ്കരമായി ഡൗൺ ആക്കും. ഇത് കേട്ട് 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 കേട്ടിരിക്കുന്നവർക്ക് തന്നെ എപ്പോഴും ഭയങ്കര ഒരു ഡൗണിങ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയെ സഹിക്കാൻ ഒരു ഭർത്താവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. കാരണം ഓൾറെഡി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു മനുഷ്യനും വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കാറില്ല. പക്ഷേ എന്താണ് ചെയ്യുന്നത്, പല ആളുകളും ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവും. അല്ലെങ്കിൽ ഈ സംഭവിച്ച കാര്യം ഒരു മഹത്തായ പാപമല്ല, ഞാൻ വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ട് ലോകം അവസാനിച്ചില്ല എന്നുള്ള അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കും. അത് തന്നെ വളരെ പാടോട് കൂടിയാണ് പലരും ചെയ്തു പോകുന്നത്. അങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേക്കും കൂടുതൽ ആൾ വന്ന് ഇങ്ങനെ കമ്പാരിസൺ 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 പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ദ്വന്ദ്വത്തെ, അതായത് ഡ്യുവാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ കംപ്ലൈനിങ്. കാരണം മനസ്സിന് നിലനിൽക്കണമെങ്കിൽ ഇത് ഒരിക്കലും ഈ പ്രസൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കണം. അതായത് എപ്പോഴുള്ള യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യാതെ എപ്പോഴും മറ്റൊന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ മനസ്സിൻ്റെ ഒരു കളി. അങ്ങനെ ചെയ്താൽ മാത്രമേ മനസ്സിന് നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ മനസ്സെന്ത് ചെയ്യാനാണ്? മനസ്സിന് അതിൻ്റെ പണിയൊന്നുമില്ലല്ലോ. മനസ്സ് സ്വയം നിലനിൽക്കാനാണ് ഈ കമ്പാരിസൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി കുഞ്ഞു മനസ്സാണ് എപ്പോഴും കമ്പാരിസൺ ഉണ്ടാക്കുന്നത്. കാരണം മനസ്സിന് അതിൻ്റേതായ ഒരു അജണ്ട ഉണ്ട്. മനസ്സിന് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കേണ്ടത്, അതങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലൊരു കൺട്രോളറൊക്കെ ഉണ്ട്. ഈ കൺട്രോളർ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഞാനെന്ന് പറയുന്ന ആ ഒരു ഇല്യൂഷൻ. അത് നമ്മൾ ഉണ്ടാക്കിയാലില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് നമ്മളെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ കമ്പാരിസൺ ചെയ്യുന്നത്. കമ്പാരിസൺ ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ വരാതിരിക്കുമ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യും. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതിനെ ഗ്രിപ്പ് ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആവും തോറും, നമ്മുടെ സെൽഫ് സെൻറ്റേർഡ്നെസ് കൂടും തോറും നമ്മുടെ കംപ്ലയിനിങ്ങിൻ്റെ അളവും കൂടിക്കൊണ്ടേയിരിക്കും. ബേസിക്കലി ഇപ്പോൾ ഞാൻ കാണാറുള്ളത്, പൊതുവേ കൂടുതലായിട്ട് കുറ്റം പറയാറുള്ളത് പ്രായം ചെന്ന ആളുകളാണ്. കാരണം നമ്മൾ ഒരുപാട് ബേസിക് ആയിട്ടുള്ള പാറ്റേണിലും ലൈഫ് സ്റ്റൈലിലും ഒക്കെ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. ഒരു അവയർനെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവയർനെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാലം ചെല്ലും തോറും നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ആ ഒരു ഗ്രിപ്പ്, ആ ഒരു പിടി ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് ടൈറ്റ് ആകുന്നതോറും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടിക്കൊണ്ടിരിക്കും. കാരണം ഈ നമ്മുടെ ഫിസിക്കൽ ബോഡി വീക്കാവുകയാണ്. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡ് വീക്കാവുകയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ തന്നെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ മനസ്സ് കൂടുതൽ കൂടുതൽ ഗ്രിപ്പ് ചെയ്ത് നിൽക്കാൻ നോക്കും. കൂടുതൽ കൂടുതൽ ഗ്രിപ്പ് ചെയ്ത് നിൽക്കാനായിട്ട് കൂടുതൽ കൂടുതൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ബേസിക്കലി നമുക്ക് നല്ല ആരോഗ്യവും നല്ല മെൻ്റൽ ഷാർപ്നെസ്സും ഉള്ളപ്പോൾ മനസ്സ് കമ്പാരിസൺ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മനസ്സ് വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇത് ചെയ്യാൻ പറ്റാതാകുന്നതോറും മനസ്സ് ഭയങ്കര അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇതിന് രണ്ട് ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മനസ്സിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഈ പ്രായം ചെന്ന ആളുകളിലാണ് കൂടുതലായി സംഭവിക്കുന്നത്. വൈസ് വേഴ്സയും സംഭവിക്കാം. അതായത് ഇതിൻ്റെ ഗ്രിപ്പ് കൂടാനും സഹായിക്കും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് വീഴും. അതായത് ഈ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ചില ആളുകൾ വേറൊരു രീതിയിൽ ഉപയോഗിക്കും. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർ നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിനക്കത് സംഭവിച്ചോ? ഓക്കെ. എന്നാൽ അതങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇതിങ്ങനെയാണ് സംഭവിക്കേണ്ടത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി അവർക്ക് വേണ്ടി ആ ഒരു കാര്യത്തെ കുറ്റം പറയും. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ആൾക്കൊരു ആശ്വാസമാണ്. കാരണം അയാൾക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. അയാൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ബേസിക്കലി അയാളുടെ മെൻ്റൽ എക്സോഷൻ സംഭവിക്കില്ല. പകരം നമുക്ക് സംഭവിക്കും. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും. സോ ഈ രമണ മഹർഷിയൊക്കെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസൻറ്റ് മൂവ്മെൻറ്റിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഡ്യുവാലിറ്റി ക്രിയേഷൻ ആയി പോകില്ല എന്നൊരു ഡൗട്ട് വരാം. ഈ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാലിഡേറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് ഈ രമണ മഹർഷി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്തോ സംഭവിച്ചു, അതങ്ങനെ ആയിരുന്നോട്ടെ. ഇതിങ്ങനെ ആയിരുന്നില്ല സംഭവിക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഇത് നല്ലതല്ല സംഭവിച്ചത്, ഇത് മോശമാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് നല്ലതാണ് സംഭവിച്ചത്. ഇതെല്ലാം പറയുന്ന ആരാണ്? ഇതെല്ലാം പറയുന്നത് കമ്പാരിസൺ ഉള്ള മൈൻഡാണ്. കാരണം ഒരു കാര്യം നല്ലതാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒന്ന് നല്ലതെന്ന് പറയണമെങ്കിൽ അതിനപ്പുറം അതിനൊരു ഡ്യുവാലിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന് നല്ലതാണെങ്കിൽ ഒരു ചീത്ത ഉണ്ടാവണം, ഒരു ചീത്ത ഉണ്ടെങ്കിൽ ഒരു നല്ലതും ഉണ്ടാവണം. അപ്പോൾ ഈ കമ്പാരിസണിലോട് കൂടിയാണ് ഒന്ന് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ മൈൻഡ് തീരുമാനിക്കുന്നത്. എന്നാലേ മനസ്സിന് നിലനിൽപ്പുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഈ കമ്പാരിസണാണ് മൈൻഡിനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്നത് എപ്പോഴും മനസ്സായിരിക്കും. സോ ബേസിക്കലി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ ആയിരിക്കാം. അതിനെ നല്ലതായോ ചീത്തയായോ വാലിഡേറ്റ് ചെയ്യണ്ട. അതിനർത്ഥം നമുക്കെന്ത് മോശം കാര്യം സംഭവിച്ചാലും അത് സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കണമെന്നല്ല. സ്പോണ്ടേനിയസ് ആക്ഷൻ എന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യവും നമ്മൾ ചെയ്തിരിക്കണം. അല്ലേ? കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടരുത്. നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ തിരിച്ച് അയാളുടെ റിയാക്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പക്ഷേ നമ്മളത് റിയാക്ട് ചെയ്യേണ്ട സമയം, നമ്മൾ സ്പോണ്ടേനിയസ്ലി ആക്ഷൻ ചെയ്യേണ്ട സമയം നമ്മൾ ആക്ഷൻ ചെയ്തിരിക്കണം. അതിന് നമ്മൾ സംഭവിക്കുന്ന കാര്യം നല്ലതാണോ, അയ്യോ ഇത് ചീത്തയാണോ എന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ഡൂ ദ സ്പോണ്ടേനിയസ് ആക്ഷൻ റൈറ്റ് ദെയർ ആൻഡ് നൗ. അതപ്പോൾ അവിടെ ചെയ്തിരിക്കണം. അതപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെപ്പറ്റി വല്ലാണ്ട് ചിന്തിക്കേണ്ടി വരില്ല. ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണ്, നമ്മൾ സ്പോണ്ടേനിയസ് ആയി അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം അവിടെ ചെയ്തിട്ടില്ല, നമ്മൾ അയാളോട് പറയേണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുകയും പിന്നീട് നമ്മൾ ഒരുപാട് സമയം, ഇതിന് വർഷങ്ങളോളം നമ്മളിരുന്ന് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഞാനൊന്ന് അങ്ങനെ പറയണമായിരുന്നു, എനിക്ക് സംഭവിച്ച കാര്യം ഭയങ്കര മോശമായി പോയി. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. എന്നാൽ അവിടെ ഒരു ആക്ഷൻ സംഭവിച്ചപ്പോൾ ആ ആക്ഷന് സംഭവിക്കേണ്ട കൗണ്ടർ ആക്ഷൻ വിത്തൗട്ട് എഫേർട്ട് ആൻഡ് തിങ്കിങ് ആണ് എഫേർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിങ്കിങ് ഇല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആക്ഷനാണ്. എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളപ്പോൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്തു. നമ്മളടുത്ത് ഒരാളോ അത് ദേഷ്യപ്പെട്ടു, നമ്മൾ തിരിച്ചും ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരാളൊരു മോശം കാര്യം പറഞ്ഞു, കൃത്യമായി അവന് കൊടുക്കേണ്ട മറുപടി നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞു, അവിടെ തീർന്നു. നമ്മളടുത്ത് അത് പറയാൻ വന്ന ആൾ ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. പക്ഷെ നമ്മൾ പിന്നീട് അത് ഓർത്തിരിക്കില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ തന്നെ അത് വിടാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കൂടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതായത് സ്പോണ്ടേനിയസ് ആയ ആക്ഷൻ ചെയ്യുക, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടങ്ങ് പോകാം. ഈ അൺഅറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. ഈ മാർക്കസ് അറേലീസിൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ബുക്കിനകത്താണെന്ന് തോന്നുന്നു, ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ സഫർ ചെയ്യുന്നതിൽ, അതായത് ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ 90% നമ്മുടെ മനസ്സിലായിരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്ത് സംഭവിച്ചാലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അത് നല്ലതായിരുന്നു, ഇത് ചീത്തയായിരുന്നു, അതങ്ങനെ സംഭവിക്കണമായിരുന്നു, ഇതിങ്ങനെ സംഭവിക്കണമായിരുന്നു, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അതിനെ മൈൻഡിൻ്റെ ഈ ഒരു ക്വാളിറ്റി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ചില സമയത്ത് നമുക്കത് ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ കമ്പാരിസൺ ചെയ്യാതെ നമുക്കൊരു നല്ല ഡ്രസ്സ് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. കമ്പാരിസൺ ചെയ്യാതെ ചിലപ്പോൾ ഒരു നല്ല കാർ മേടിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൽ തെറ്റില്ല. പക്ഷേ അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനുള്ള കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാലോ, അടുത്ത വീട്ടിലെ കൊച്ച് നന്നായി പഠിക്കുന്നു, എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നില്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
അടുത്ത വീട്ടിലെ കുട്ടിയെ പ്രസവിച്ചത് നമ്മളല്ല, നമ്മുടെ വീട്ടിലെ കുട്ടിയെ മാത്രമാണ് നമ്മൾ പ്രസവിച്ചത്. അപ്പോൾ അത് രണ്ടാണ് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണം. ഈ ഒരു കാർ കമ്പനിയിൽ ഒരേ ബ്രാൻഡിലെ കാറുകൾ മൾട്ടിപ്പിൾ ടൈംസ് ഒരേപോലെ പ്രൊഡക്ഷൻ ചെയ്ത് വിടുന്നത് പോലെയല്ല നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുന്നത്. കുട്ടികൾ ഒരിക്കലും ഒരുപോലെ ആവില്ല. ഒരേ വയറ്റിൽ പിറന്ന ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിട്ടുള്ള ആളുകൾ പോലും ഒരുപോലെ ആവില്ല ഒരു തരത്തിലും. കാരണം ഓരോ ശരീരത്തിലൂടെയും ശുദ്ധമായ ബോധം മാനിഫെസ്റ്റ് ചെയ്യുന്നത് വിഭിന്നമായ രീതികളിലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരു ഐഡൻറ്റിക്കൽ ട്വിൻസിനോ അല്ലെങ്കിൽ അല്ലാത്ത ട്വിൻസിനോ പോലും ഒരുപോലെ ആവാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ദൈവീകമായ ഊർജ്ജം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ കളക്റ്റീവ് കോൺഷ്യസ്നസ്സിൽ നിന്ന് ചിന്തകൾ ആളുകളുടെ മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇത് ഓരോ മനുഷ്യരിലും ഓരോന്ന് തന്നെ ആയിരിക്കും. ഒരിക്കലും ഒരുപോലെ സംഭവിച്ചിട്ടില്ല. ചിലപ്പോൾ ഇതേ സംഭവം വീണ്ടും സംഭവിക്കുമ്പോൾ പോലും ഇതേ ആക്ഷൻ ഇതുപോലെ സംഭവിക്കണം നിർബന്ധമില്ല. വിധി സെയിം ആയിരിക്കാം, പക്ഷേ കരുക്കൾ മാറിയെന്നിരിക്കാം ഈ ഗെയിമിൽ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും കുട്ടികളെ ഒന്നും അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് മാർക്കിൻ്റെ കാര്യത്തിലോ കഴിവിൻ്റെ കാര്യത്തിലോ ഡാൻസിൻ്റെ കാര്യത്തിലോ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്വയം എനർജിയും സ്വയം മാനസിക നിലവാരവും ജീവിതവും നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടിയും അത് നശിക്കും. കാരണം ഇത് കണ്ട് വളരുന്ന കുട്ടികളുടെ മനസ്സിലൊരു പാറ്റേൺ സെറ്റ് ചെയ്യപ്പെടും. ഭാവിയിൽ വളർന്നു വലുതാകുമ്പോൾ അവർ 24 മണിക്കൂറും കുറ്റം പറയുന്ന ഒരാളായിട്ട് മാറും. അവർ പിന്നീട് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് നിങ്ങളെ പറ്റിയായിരിക്കും, നിങ്ങളോടായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയിലുമായിരിക്കും. കാരണം അവരുടെ ബ്രെയിനിൻ്റെ പാറ്റേൺ അങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഈ നേച്ചർ ആൻഡ് നെർച്ചർ എന്ന് പറയും. നേച്ചർ നമ്മൾ ജന്മനാ കിട്ടുന്ന ചില വാസനകളുണ്ട്. നെർച്ചർ എന്ന് പറയുന്നത് നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും കുട്ടികളിലുണ്ടാകുന്ന പല മാറ്റങ്ങളും. അപ്പോൾ ഈ നേച്ചർ ആൻഡ് നെർച്ചർ തമ്മിൽ എപ്പോഴും ഒരു ഫൈറ്റുണ്ട്. പക്ഷേ പലപ്പോഴും വിജയിക്കുന്നത് ഈ നെർച്ചർ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ എങ്ങനെ വളർത്തുന്നു അല്ലെങ്കിൽ നമ്മൾ വളരുന്ന സാഹചര്യം എന്താണോ അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടിനെ എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള അല്ലെങ്കിൽ എപ്പോഴും കമ്പയർ ചെയ്യുന്ന എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ അട്രാക്റ്റ് ചെയ്യുന്ന അതേ കൈൻഡ് ഓഫ് തോട്ട്സും അതേ ഒരു മെൻ്റൽ ലെവലും ആയിരിക്കും നമ്മളും അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ഇറങ്ങി ഓടിപ്പോകാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക. നമ്മുടെ മനസ്സ് തന്നെ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകും. നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാൽ പോലും നമ്മുടെ മനസ്സ് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഫോണിൽ ചാർജ് കുറഞ്ഞ് നമ്മുടെ മനസ്സ് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. പല്ല് തേച്ചിട്ട് പല്ല് വൃത്തിയായില്ല എന്ന് തോന്നിയാൽ പോലും മനസ്സ് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഒരു ഡെലിവറി വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വൈകിയാൽ പോലും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം കമ്പാരിസൺ നടക്കുന്നതുകൊണ്ടാണ്. ഇതിങ്ങനെ സംഭവിക്കണമായിരുന്നു, പക്ഷേ സംഭവിച്ചില്ല, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കുക. നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആയിരിക്കും, നമ്മൾ എത്രത്തോളം നമ്മൾ അവയർനെസ് റൈസ് ചെയ്യുമോ അത്രത്തോളം കംപ്ലയിൻറ്റിങ് കുറയും. കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുകയാണ്, ഇപ്പോൾ നിങ്ങളൊരാൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ അത് എന്നെ അടിക്കരുത്, നീ മാറിപ്പോണം എന്ന് അയാളോട് തിരിച്ച് പറയുന്നത് കംപ്ലയിൻറ്റിങ് ആണെന്നുള്ള ഒരു തരത്തിൽ കംപ്ലയിൻറ്റിങ് ആണ്. പക്ഷേ അത് പറയാതിരിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട സമയത്ത് കോമൺ സെൻസ് തന്നെ ഉപയോഗിക്കണം. സ്പോണ്ടേനിയസ് ആയി ആക്ഷൻ ചെയ്യേണ്ട സമയത്ത് ആക്ഷൻ തന്നെ ചെയ്തിരിക്കണം. അല്ലാതെ അയ്യോ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, എന്നെ ആര് ചവിട്ടി തേച്ചാലും എന്നെ ആരും ഒന്ന് അടിച്ചാലും ഞാൻ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഇരിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുഴപ്പത്തിലോട്ട് പോകത്തേ ഉള്ളൂ. കാരണം അത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോഴും സാധിക്കുമോ? സാധിക്കില്ല. നാളെ ആവുമ്പോൾ ചവിട്ടി തേച്ചിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ പിന്നീട് ജീവിതകാലം മുഴുവൻ ഇതിനെപ്പറ്റി ആലോചിച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു അന്ന് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. സോ അതുപോലൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും കോൺഷ്യസ് ആയിരിക്കുക, അവെയർ ആയിരിക്കുക. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഒരു ചെറിയ ശ്രദ്ധ തന്നെ ഭയങ്കരമായ മാറ്റം നമ്മുടെ മെൻ്റൽ നിലവാരത്തിലുണ്ടാവും. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇതൊരു നല്ല കാര്യമാണോ അല്ലെങ്കിൽ ഇതൊരു ചീത്ത കാര്യമാണോ അങ്ങനെ ചിന്തിക്കണ്ട. ഇതെല്ലാം ഒരു ഹാപ്പനിങ് ആയിട്ട് കണ്ടാൽ മതി. ഇതെല്ലാം ഒരു സംഭവങ്ങളാണ്, അങ്ങനെ കണ്ടാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പുഴ പോലെ വന്നു പോകും. നിങ്ങൾ ബോധോദയം നേടിയ വ്യക്തിയായാലും അല്ലാത്ത വ്യക്തിയായാലും ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ ബോധോദയം നേടുക എന്ന് പറഞ്ഞാൽ ഒരു അപ്പ് ആൻഡ് ഡൗൺസിനെയും ഫേസ് ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ചില്ല് കൂട്ടി കയറി ഇരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. പക്ഷേ ഈ അപ്പ് ആൻഡ് ഡൗൺസിലെല്ലാം ഒരേപോലെ ഒരു സ്റ്റേബിലൈസ്ഡ് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോധത്തോടു കൂടി നോക്കിക്കാണാൻ പറ്റുന്നതാണ്. സോ കംപ്ലയിൻറ്റ് ചെയ്യാതിരുന്ന് നോക്കൂ, നിങ്ങളുടെ ജീവിതം ഭയങ്കരമായി മാറും. പ്രത്യേകിച്ച് നമ്മളിത്തിരി പ്രായമുള്ള ആളുകളാണെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, അതായത് കുറ്റം പറയാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്ത് കാര്യത്തിലും അത് പറയാതിരിക്കുക. അത് ഫിസിക്കലായിട്ട് പറയാതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാലും കുറ്റം പറച്ചിലാണ്. അത് പറയാതിരിക്കുന്നത് തന്നെ നമ്മുടെ ചുറ്റിനൊരു ഭയങ്കരമായ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. കാരണം നമുക്ക് ആ ഒരൊറ്റ പ്രോസസ്സോടു കൂടി ദ ആർട്ട് ഓഫ് നോട്ട് കംപ്ലൈനിങ് എന്ന് പറയും. അതായത് ഇതൊരു കലയാണ് കുറ്റം പറയാതിരിക്കുക എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അവയർനെസ്സിന്, നിങ്ങളുടെ ബോധത്തിൻ്റെ ലെവൽ റൈസ് ചെയ്യാനും
ചിലപ്പോൾ പ്യുവർ കോൺഷ്യസ്നെസ് ആയിട്ട് മാറാനും സാധിക്കും. കാരണം ഇതൊരു സറണ്ടറിങ് പാത്താണ്. എല്ലാത്തിനെയും അതായി തന്നെ കാണുക എന്ന് പറയുന്നത് നമ്മൾ എന്തും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായ ഒരു ഓപ്പൺ മനസ്സിലേക്ക് കടന്നു എന്നുള്ളതിന് ലക്ഷണമാണ്. അതൊരു മഹാവിദ്യയാണ്. അത് ഉപയോഗിക്കേണ്ടിടത്ത് കൃത്യമായി ഉപയോഗിക്കൂ. കുറ്റം പറയാതിരിക്കൂ. ഈ വീഡിയോ കണ്ടിട്ട് എന്നെയും കുറ്റം പറയാതിരിക്കൂ. കുറ്റം പറയാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുമെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾ അയച്ചു കൊടുത്താൽ അവർ നിങ്ങളെ പറ്റിയും കുറ്റം പറയും, എന്നെയും ചീത്ത വിളിക്കും. എന്തിന് വെറുതെ? ഓക്കെ, ബൈ, താങ്ക് യു.